പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയും അനാമികയും ചേർന്ന് മുറിയിൽ നിന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിന്റെ പേരും പറഞ്ഞിട്ടാണ് തർക്കം മുഴുവൻ. അങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിലും നിനക്ക് നന്ദുവിനോടാണല്ലോ സ്നേഹമുള്ളത്, എന്നെ ഒട്ടും ഇഷ്ടമല്ലല്ലോ. ഞാൻ അനന്തപുരിയിൽ നിന്ന് പോകണമെന്നാണല്ലോ നീ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണല്ലോ നീ എന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് നിന്റെ സ്വഭാവത്തിന്റെ കുഴപ്പമാണ്. ഞാനല്ലല്ലോ നിന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നത്. ഓരോന്ന് പറഞ്ഞിട്ട് നീയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ മറ്റുള്ളവരെ കൊണ്ടും അതുപോലെ അമ്മയെ കൊണ്ടൊക്കെ എരിപിരി കൂട്ടുക എന്നുള്ള ഉദ്ദേശം മാത്രമാണല്ലോ. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ അനന്തപുരിയിൽ വന്നതിന് ശേഷം എന്തൊക്കെ തർക്കങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതൊന്നും ഇവിടെ ഏട്ടത്തി വന്ന് കയറിയ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ആവർത്തിക്കുന്നത്. തർക്കം പോലും ഈ വീട്ടിൽ ഉണ്ടാകുന്നത് ആ സമയത്താണ്. എല്ലാം നിന്റെ സ്വഭാവത്തിന്റെ പ്രശ്നമാണ്. നിന്റെ അച്ഛനെയും അമ്മയെയും പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ അനി പറയുകയാണ്. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, വെറുതെ നീ എൻ്റെ അച്ഛനെയും അമ്മയെയും ഇതിലേക്ക് വലിച്ചയക്കേണ്ട. എൻ്റെ അച്ഛനെയും അമ്മയെയും പറഞ്ഞാൽ ഞാനത് സഹിച്ച് കേട്ട് നിൽക്കുകയില്ല എന്നൊക്കെ മറുപടി പറയുന്നുണ്ട്. എന്നിട്ട് അനി പറയുന്നുണ്ട്, നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. നിന്നെ ഇങ്ങോട്ട് ഞാൻ ക്ഷണിച്ചിട്ടില്ലല്ലോ. എന്തിനാ വെറുതെ നീ ഓരോന്ന് പറഞ്ഞിട്ട് തർക്കത്തിന് വരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ നന്ദുവിൻ്റെ കൂടെ പോകുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ മിണ്ടാതെ നിൽക്കണോ? നിന്റെ എല്ലാ തോന്നിവാസത്തിനും ഞാൻ മിണ്ടാതെ കണ്ടു നിൽക്കണോ? നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നൊക്കെ പറയുകയാണ് അനാമിക. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി മുറിയുടെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് മുറിയുടെ പുറത്തുനിന്ന് അവരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് കേട്ട ദേവയാനി ചിന്തിക്കുന്നുണ്ട്, ഈ പിള്ളേരെ എപ്പോൾ നോക്കിയാലും തർക്കത്തിലാണല്ലോ. അനിയുടെ ജീവിതം ഇങ്ങനെ പോയാൽ അധികകാലം മുന്നോട്ട് പോവൽ ഉണ്ടാവില്ല. അവർ തർക്കത്തിലാണല്ലോ. വെറുതെ അല്ല ഇവളിങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്നത് കൊണ്ടാണ് അവൻ ഏതു നേരവും സങ്കടത്തോടു കൂടി നിൽക്കുന്നത്. ആ കുട്ടിയോട് എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ല. അവനോട് നല്ല രീതിയിൽ നിന്നാൽ അവൻ നിന്നെ സ്നേഹിക്കുകയുള്ളൂ എന്നുള്ളത് എത്ര തവണ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അത് പിന്നെ അനാമികയെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനെയും അമ്മയെയും പറഞ്ഞാൽ മതിയല്ലോ. അതുപോലുള്ള പഠിപ്പല്ലേ പഠിപ്പിച്ച് വിട്ടേച്ചിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ദേവയാനി. അങ്ങനെ പിന്നീട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീടും അനിയും അനാമികയും തർക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് തർക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അനി പുറത്തോട്ട് പോകുന്നത്. ആ സമയത്ത് ദേവയാനി അനിയെ വിളിക്കുകയാണ്. മോനെ അനി ഒന്ന് നിന്നെ, എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് മുറിയിലുണ്ടായ തർക്കത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. മോനെ, ഞാൻ മുറിയുടെ അടുത്തോട്ട് പോകുന്ന സമയത്ത് മുറിയിൽ നിന്ന് നല്ല ബഹളമായിരുന്നല്ലോ. എന്താ പ്രശ്നം? നിങ്ങളിങ്ങനെ ഏത് നേരവും പ്രശ്നമുണ്ടാക്കിയാൽ തർക്കം ഉണ്ടാക്കിയാൽ എങ്ങനെയാണ് ശരിയാവുക? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൾ കൊച്ചുകുട്ടിയല്ലേ, അതിനെക്കൊണ്ട് നീ ക്ഷമിക്കണം എന്നൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലായിരുന്നോ? പിന്നെ അനാമികയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നിന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞതല്ലേ മോനെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചുമാണ് ഇത്രയും കാലം ഞാൻ നിന്നത്. പിന്നെ നന്ദുവിനെ കാണണ്ട എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനൊന്നും സാധിക്കില്ല. കാരണം അവളെ ഞാനൊരു ഫ്രണ്ടിനെ പോലെയാണ് കാണുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരുന്നതല്ലേ. ഞാൻ ആദ്യത്തെ ആ ഒരു ഇതിൽ നിന്നൊക്കെ പിന്മാറിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്നും സ്വസ്ഥത കിട്ടുന്നില്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് കുറച്ച് സ്വസ്ഥത കിട്ടണമെന്ന് ആരായാലും ആഗ്രഹിക്കുമല്ലോ. കാരണം അത്തരത്തിലാണ് അവൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലേക്ക് കയറി വരാൻ തന്നെ മടുപ്പായി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അനി. ആ സമയത്ത് ദേവയാനിക്ക് വളരെയധികം സങ്കടം തോന്നുകയാണ്. എന്ത് പാവമായിരുന്ന പയ്യനായിരുന്നു. ഒരു പ്രശ്നവും ഇതുവരെ ഒരു അടി വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ പോലും അവന് വരുത്തിയിട്ടില്ല. അത്രയ്ക്കും പാവം മോനായിരുന്നു. അവനാണ് ഈ ഒരു ഗതി വന്നിട്ടുള്ളത്. അവൻ്റെ ജീവിതം ആകെ പ്രശ്നത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സങ്കടത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അനാമിക പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിട്ട് അനിക്കാണെങ്കിൽ സങ്കടം വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വല്യമ്മ ഞാൻ എത്ര തവണ പറഞ്ഞതാണ് അവളോടൊത്തുള്ള ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത്. കാരണം അത്തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ ജീവിക്കുന്ന എന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല. നന്ദുവിനെ കല്യാണം കഴിക്കണം എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് അനാമികയുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്നൊക്കെ സങ്കടത്തോടു കൂടി പറയുകയാണ്. എന്നിട്ട് എൻ്റെ സങ്കടം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കും. അത്തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ദേവയാനിയുടെ മനസ്സ് ഒന്ന് പിടയുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അതെന്താ മോനെ, നിനക്ക് ഒരു രീതിയിലും അവളോട് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല, ഒരിക്കലും എനിക്ക് അതിന് സാധിക്കില്ല. അല്ലെങ്കിൽ മരണം മാത്രമേ എൻ്റെ മുന്നിൽ വഴിയുള്ളൂ എന്നൊക്കെ അനി പറയുന്നുണ്ട്.
അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശനോട് സംസാരിച്ചിട്ട് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കണം. കാരണം അവൾ അത്രയ്ക്കും നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നീ അധികം ഒന്നും സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നിടത്തോളം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ അനുസരിക്കുന്നില്ല. ഇനിയും ഈ രീതിയിലാണ് മുന്നോട്ട് പോവുക എന്നാണ് എന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. പിന്നെ ഡിവോഴ്സ് അല്ലാതെ വേറൊരു വഴിയില്ല. നീ അവളെ ഡിവോഴ്സ് ചെയ്താൽ മതി. ഒരുപാട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നീട് അനി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ദേവയാനി അനാമികയെ കണ്ടിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ അനിയെക്കുറിച്ച് മോശമായിട്ടാണ് അനാമിക സംസാരിക്കുന്നത്. പല വാക്കുകളുമൊക്കെ ഉപയോഗിച്ചിട്ട് വിമർശിക്കുന്നുണ്ട്. എന്നിട്ട് ഇവളുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം ഇത്തരത്തിലാണല്ലോ. വെറുതെ അല്ല അനി പറയുന്നത് ഇവളെ വേണ്ട, ഞാൻ ഉപേക്ഷിക്കും എന്നുള്ളത്. ആർക്കായാലും അത് സഹിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അത്തരത്തിലാണ് ഇവളുടെ സ്വഭാവം. ഇപ്പോൾ ആ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ലാതെ കൂടിക്കൂടി വരികയാണ് എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവയാനി.